RCBക്ക് 18 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ആദ്യമായി കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനായിരുന്നു രജിത് പടിദാർ. ഇതുവരെ അദ്ദേഹം പരിക്കിന്റെ പിടിയിലായിരുന്നു. കുറച്ചു കാലമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം കളിക്കളത്തിന് പുറത്തായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മടങ്ങിയെത്തുകയാണ്. താരം പരിക്കിന്ന് മുക്തനായി കഴിഞ്ഞു എന്നാണ് BCCI നൽകുന്ന റിപ്പോർട്ട്. ണ്ടിരിക്കുന്ന സയ്യാദ് അലി മുസ്താഖ് അലി ട്രോഫിയിൽ കളിക്കാനുള്ള ഒരു അനുമതി BCCI ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇത് RCBക്ക് വലിയ ശുഭ സൂചനയാണ്. 2026 IPL അവരുടെ ക്യാപ്റ്റനായി കൊണ്ട് രജിത് പടിദാർ തിരിച്ചു വരും എന്ന ശുഭ പ്രതീക്ഷയോടെയാണ് RCB മാനേജ്മെന്റ്. ാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം മധ്യപ്രദേശിന്റെ ക്യാപ്റ്റനാണ് രജിത് പടിദാർ. ആദ്യത്തെ മത്സരത്തിൽ അവർ പരാജയപ്പെട്ടിരുന്നു. ഈ മുസ്താഖ് അലി ട്രോഫിയിലെ അടുത്ത എതിരാളികൾ ബീഹാറാണ്. ഈ മത്സരത്തിൽ ക്യാപ്റ്റനായിക്കൊണ്ട് രജിത് പടിദാർ ഉണ്ടാകില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നവംബർ 30 മുതലായിരിക്കും മധ്യപ്രദേശിന് ക്യാപ്റ്റനായിക്കൊണ്ട് രജിത് പടിദാർ തിരിച്ചു വരിക. EFN ക്രിക്കറ്റ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഫൈനൽ വരെ എത്താൻ മധ്യപ്രദേശിന് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മധ്യപ്രദേശിന്റെ ടോപ്പ് സ്കോർ ആവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. 9 ഇന്നിങ്സിന് 420 റൺസായിരുന്നു. കഴിഞ്ഞ 2024 മുസ്താഖ് അലി ട്രോഫിയിൽ ബാറ്റർ എന്ന നിലയിൽ നേടിയത്. ഈ സീസണിലും അദ്ദേഹം ഇതുവരെ തകർപ്പൻ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. RCB നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് 2025 സാധിച്ചിരുന്നു. 2 സെഞ്ചുറികളും 2 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിരുന്നു. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ കീഴിൽ ദുലീപ് ട്രോഫിയും നേടാൻ സാധിച്ചിരുന്നു. അങ്ങനെ മികച്ച പ്രകടനമാണ് രജിത് പടിദാർ ക്യാപ്റ്റനായിക്കൊണ്ട് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. മികച്ച രീതിയിൽ അദ്ദേഹം കരിയർ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പരിക്ക് അദ്ദേഹത്തെ വേട്ടയാടിയത്. മികച്ച രീതിയിൽ തിരിച്ചെത്തി എന്നത് RCB ഫാൻസിനും RCB മാനേജ്മെന്റിനും ഒരു ശുഭ സൂചനയാണ്. 2026 IPL ഒരുങ്ങുമ്പോൾ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.